ലൈറ്റ് ഇട്ടെല്ലാം ശരിയായി കഴിഞ്ഞപ്പോ ആ ചേച്ചിയുടെ മുഖത്തൊരു പ്രത്യേക ചിരി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കാണുമ്പോൾ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഞങ്ങൾ ഇതൊരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും ഞങ്ങളുടെ ടീച്ചേഴ്സും വളരെ അധികം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ലൈഫ് ലൈറ്റ് ഹോം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അതാണ് നമ്മുടെ ഒരു മോട്ടോ. വിദ്യുത് എന്ന ഈ പ്രോഗ്രാം ഏകദേശം 10 വർഷത്തോളമായി നമ്മൾ കോളേജിൽ നമ്മുടെ ട്രിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് ഇനീഷ്യേറ്റീവ്നെസ്സിൽ ആ സ്റ്റുഡൻസിന്റെ താല്പര്യപ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പാഠ്യപദ്ധതിയിൽ നിന്ന് പുറത്തായിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. 2014 ഫൈനൽ ഇയേഴ്സ് ആണ് ആദ്യമായിട്ട് വിദ്യുത് ചെയ്യുന്നത്. അവർ ആ ടൈമിൽ അയ്യമ്പുഴ പ്ലാന്റേഷൻ ആ സൈഡിലുള്ള 70ഓളം വീടുകളിൽ എന്ന് പറഞ്ഞാൽ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ കണക്ഷൻ മുഴുവൻ ചെയ്തു കൊടുത്താണ്. ആദ്യം ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷവും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ചെയ്തതൊക്കെ. പിന്നെ സ്വിച്ച് ഇട്ട് ലൈറ്റ് കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെ മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൈയടിച്ചു. ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ ട്രിപ്പിൾ വിദ്യാർത്ഥികളായ ഒരുപറ്റ വിദ്യാർത്ഥികളുടെ കൂടെയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇവർ കിഡിലം വിദ്യാർത്ഥികളാണ്. എന്താണ് ഇവർ ഇതുവരെ ചെയ്തത് എന്നല്ലേ, അത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഒരു പാവപ്പെട്ട വീട്ടിലെ ആളുകൾക്ക് അവരുടെ വീട്ടിൽ കറണ്ട് കിട്ടിയിരുന്നു. പക്ഷേ കറണ്ട് കിട്ടിയതിന് ശേഷം അവർ വയറിങ് നടത്തിയിരുന്നില്ല. അപ്പം ഇവിടുത്തെ വിദ്യാർത്ഥികൾ ചെന്ന് അവിടുത്തെ ഫുൾ വയറിംഗ് വർക്ക് ചെയ്തു കൊടുത്തു. അതായത് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇത് 4th ഇയർ സ്റ്റുഡൻസ് ആണ്. ഇതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. ആ കഥയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എൻ്റെ പേര് ആൻട്രീസ എന്നാണ്. ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ നവംബറിൽ ഒരു വീട് വൈദ്യുതീകരിച്ചു, ഇലക്ട്രിഫൈ ചെയ്തു. അപ്പോൾ ആ വീട്ടിൽ ഓൾറെഡി ടെമ്പററി ആയിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വയറിംഗ് ഒന്നും കൃത്യമായ രീതിയിലല്ലായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അതെല്ലാം പഠിച്ച് അതിനെപ്പറ്റി അറിഞ്ഞ് ഞങ്ങൾ സ്വന്തമായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഞങ്ങളുടെ മാനേജ്മെൻറ്റ്, പിന്നെ 2-3 സൊസൈറ്റി, ഇവരുടെ എല്ലാം സഹകരണത്തോടുകൂടി ഞങ്ങൾ ആ വീട് കംപ്ലീറ്റ് വയറിങ് ചെയ്ത് കൊടുത്തു. എത്ര വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഇവിടെ? ഞങ്ങളുടെ ഇപ്പോൾ 25 വിദ്യാർത്ഥികളാണ് നിലവിൽ ആ വയറിങ് ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിച്ചത്. ഒരു ടാസ്ക് വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഫസ്റ്റ് വന്നത്? ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. ഞങ്ങൾ ഇതൊരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും ഞങ്ങളുടെ ടീച്ചേഴ്സും വളരെ അധികം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സപ്പോർട്ടോടുകൂടിയാണ് ഞങ്ങളിത് ചെയ്തത്. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ഞങ്ങളുടെ സീനിയേഴ്സും ഞങ്ങൾക്ക് വളരെ ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തന്നു, സീനിയർ വിദ്യാർത്ഥികളാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങളുടെ ഈ കോളേജിൽ അങ്ങനെ വല്ല പ്രോജക്റ്റോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഇല്ല, ഇത് ഞങ്ങളുടെ പാഠ്യപദ്ധതിയിൽ നിന്ന് പുറത്തായിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അതായത് ഒരു 2014 ഫൈനൽ ഇയേഴ്സ് ആണ് ആദ്യമായിട്ട് വിദ്യുത് ചെയ്യുന്നത്. അവർ ആ ടൈമിൽ അയ്യമ്പുഴ പ്ലാന്റേഷൻ ആ സൈഡിലുള്ള 70ഓളം വീടുകളിൽ എന്ന് പറഞ്ഞാൽ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ കണക്ഷൻ മുഴുവൻ ചെയ്തു കൊടുത്താണ്. അപ്പോൾ അത് എന്താ പറയുക, ഇതുവരെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൊറോണ വന്ന ഒരു 2 കൊല്ലം മാത്രമാണ് ഈ ഒരു പരിപാടി നമുക്ക് നടത്താൻ കഴിയാണ്ട് പോയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ കൊല്ലം ഫൈനൽ ഇയേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ 2 വീടുകളാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു വീടിൻ്റെ ഓൾറെഡി ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു വീടും കൂടി ഉണ്ട്. അത് ഈ ഡിസംബർ പകുതി ആവോളം ഞങ്ങൾ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. കംപ്ലീറ്റ് ചെയ്യും.